الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. وعن عبد الله بن سلام رضي الله عنه أن النبي صلى الله عليه وسلم قال: يا أيها الناس أفشوا السلام وأطعموا الطعام وصلوا والناس نيام تدخلوا الجنة بسلام. റവാഹു ഇബ്നു മാജ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പവിത്രമായ റമളാനിന്റെ ഈ പ്രഭാതം അല്ലാഹു നമുക്ക് ഖൈറുകൾ വർദ്ധിപ്പിച്ചു നൽകട്ടെ, ശർറുകളൊക്കെയും തട്ടിമാറ്റി ദൂരത്താക്കട്ടെ. സലാമോടെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ട ചില പുണ്യകർമ്മങ്ങളെ കുറിച്ചാണ് ഇന്ന് നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. സ്വർഗവാതിലുകൾ പലതായി നമുക്ക് മുമ്പിലുണ്ട്. ആ പല വാതിലുകളെയും പരിചയപ്പെടുക എന്നുള്ള ഒരർത്ഥത്തിലാണ് നമ്മുടെ ഈ പ്രഭാത ക്ലാസുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അല്ലാഹുവിന്റെ ദൂതൻ ഓർമ്മപ്പെടുത്തിയൊരു വചനം, വളരെ മനോഹരമായ പ്രാസൊത്ത വാക്കുകൾ, ഓ ജനങ്ങളെ എന്ന് വിളിച്ചു പറഞ്ഞൊരു വിഷയം. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ആണ്. അല്ലാഹുവിന്റെ തിരുദൂതരുടെ പ്രബോധന പ്രാരംഭഘട്ടത്തിൽ ജൂതമത വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സലാം. അദ്ദേഹം ജൂതമതത്തിലായിരിക്കവേ തന്നെ തിരുനബിയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. നബിയുടെ വാക്കുകൾ, നബിയുടെ നീക്കങ്ങൾ, നബിയുടെ ഇടപെടലുകൾ ഇതൊക്കെ നോക്കി വരാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന് തോന്നി, എനിക്കൊന്ന് നബിയെ നേരിട്ടൊന്ന് കാണണോ. അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ തിരുനബിയുടെ സവിധത്തിലേക്ക് വരികയാണ്. ആ വരുന്ന സമയത്ത് നബിയും സഹാബത്തും ഇങ്ങനെ ഇരിക്കുകയാണ്. അള്ളാഹുവിന്റെ ദൂതർ ആ സഹാബത്തിനെ കേൾപ്പിക്കുന്ന വചനം അബ്ദുല്ലാഹി ഇബ്നു സലാം കേൾക്കുകയാണ്, ആദ്യമായിട്ട് കേൾക്കുകയാണ്. ആ വാക്യമാണ് അള്ളാഹിന്റെ ദൂതരെ വിളിച്ചു പറയാ, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അഫ്ശു സലാം, നിങ്ങൾ സലാമിനെ വർദ്ധിപ്പിക്കുക. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ചെല്ലുന്ന അഭിവാദ്യ വചനമില്ലേ, അസ്സലാമു അലൈക്കും, അത് നിങ്ങൾ ധാരാളമായി കാണുന്നവർക്ക്, അഭിമുഖീകരിക്കുന്ന ആളുകളോടൊക്കെ ഈ അഭിവാദ്യ വചനം നിങ്ങൾ ചൊല്ലുക. മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക, അവർക്ക് ആഹരിക്കാനുള്ളത് കൊടുക്കുക, ഭക്ഷിപ്പിക്കുക. ജനങ്ങളൊക്കെ കൂർക്കം വലിച്ചു ഉറങ്ങുന്ന നേരം നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുക. എല്ലാവരും ഉറങ്ങുകയായിരിക്കും, നിങ്ങൾ നിസ്കരിക്കുക. എങ്കിൽ നിങ്ങൾക്ക് സലാമോടെ സ്വർഗത്തിൽ പോകാം. ഈ ഒരു വാക്യങ്ങളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സലാം ആദ്യമായി നേരിട്ട് തിരുനബിയിൽ നിന്ന് കേൾക്കുന്നത്. ഇത് കേട്ട മാത്രമല്ല, അബ്ദുല്ലാഹി ഇബ്നു സലാമിന്റെ മനസ്സിനെ അത് സ്വാധീനിച്ചു. എത്ര മനോഹരമായ വാക്കുകൾ, എത്ര സത്യത്തിന്റെ സന്ദേശങ്ങളാണ് ഇതൊക്കെ, എത്ര ജനോപകാരപ്രദമാണ് ഇതൊക്കെ, എത്ര സാമൂഹ്യത മുറ്റി നിൽക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെ ഈ ഒരു മാലയിൽ കോർത്ത മണികളെ പോലെ എല്ലാവരെയും ചേർത്തു നിർത്തുന്ന ഇത്തരം സന്ദേശത്തിന്റെ സൗന്ദര്യം വേറെ എവിടെ കാണാൻ കഴിയില്ലല്ലോ എന്ന് അവർക്ക് മനസ്സിൽ തോന്നി. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം തിരുനബിയുടെ ഈ വാക്യത്തെ ഇങ്ങനെ തന്നെ മറ്റുള്ളവർക്ക് ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അഫ്ശു സലാം. ഈ സലാം എന്ന് പറയുന്നത് ചെറിയൊരു സംഗതിയല്ല. ജൂതന്മാർക്ക് മുസ്ലിങ്ങളോട് വലിയ വെറുപ്പാണ്, ദേഷ്യമാണ്. അതിലൊന്ന് മുസ്ലിങ്ങൾക്ക് മാത്രം ഉള്ള ഒരു സംസ്കാര രീതിയാണ്. അവർ പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയും, അപ്പൊ കേൾക്കുന്ന ആളോ അലൈക്കും അസ്സലാം എന്ന് പറയും. ഈ ഒരു സംസ്കാരം ഇത് മുസ്ലിങ്ങൾക്കിടയിൽ നടപ്പുള്ളത് മറ്റൊരു ചൊടിപ്പിക്കുന്ന കാര്യമാണ്. വാസ്തവത്തിൽ സലാമിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, അത് പരസ്പരം സ്നേഹം, ആത്മീയമായ സ്നേഹം വളരാൻ, ആ സ്നേഹത്തിന്റെ വളർച്ച ഇവരെ രണ്ടുപേരെയും സ്വർഗത്തിലേക്ക് എത്തിക്കാനുമുള്ള കാരണമാണ്. ആ സ്വർഗത്തിലേക്കുള്ള പാത വെട്ടിയതാണ് അസ്സലാമു അലൈക്കും എന്നത്. അത് വേറെ തന്നെ വ്യക്തമായി നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾ സ്വർഗത്തിൽ പോകൂല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക. ആ സലാം ഒരാൾ പറഞ്ഞു മറ്റേയാൾ മടക്കുക.
ഇത് നിങ്ങൾ സ്നേഹിക്കാൻ കാരണമാകും. പരസ്പരം സ്നേഹിക്കാതിരിക്കുന്ന കാലത്തോളം നിങ്ങൾ സത്യവിശ്വാസിയാകുകയില്ല. സത്യവിശ്വാസിയാകാത്ത കാലത്തോളം നിങ്ങൾ സ്വർഗത്തിലേക്കും പോകില്ല എന്നാണ് അള്ളാഹുവിന്റെ ദൂതർ. അപ്പൊ ഈ സ്നേഹം, ഈ സലാം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള ഒരു പാലമായാണ് പരിശുദ്ധ പ്രവാചകർ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഈ സലാം അതുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹിക്കേണ്ടവർ സലാം പറയണം. ഭാര്യയും ഭർത്താവും കൂടുതൽ സ്നേഹിക്കേണ്ടവരാണ്, അവർ സലാം പറയണം പരസ്പരം. മാതാപിതാക്കൾ സ്നേഹിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരാണ്, അവർ പരസ്പരം സലാം പറയണം. അതുപോലെ തന്നെ മക്കളും സഹോദരന്മാരും പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്, അവർ സലാം പറയണം. അയൽപ്പക്കക്കാരും കൂട്ടുജീവിതക്കാരും പരസ്പരം സ്നേഹം കളിയാടേണ്ട ആളുകളാണ്, അവരൊക്കെ സലാം പറയണം. ഈ സലാം സ്വർഗത്തിലേക്കുള്ള പാലമാകുമ്പോൾ തന്നെ അതിന് ചില നിബന്ധനകളുണ്ട്. അതീ പറഞ്ഞതാണ്. ജൂതന്മാർ ദേഷ്യപ്പെട്ടത് എന്തുകൊണ്ടായിരുന്നു? മുസ്ലിങ്ങൾ തമ്മിൽ ചെയ്യുന്ന ഒരു സംസ്കാരമാണ്. അപ്പൊ ഇത് അമുസ്ലിമീങ്ങൾക്ക് അസ്സലാമു അലൈക്കും എന്ന അഭിവാദ്യമോ പ്രത്യഭിവാദ്യമോ ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം കോമൺ ആയിട്ടുള്ള അവർ തമ്മിലുള്ള എല്ലാവരും തമ്മിൽ അഭിവാദ്യം പ്രത്യഭിവാദ്യം ചെയ്യുന്ന ആ വാക്കുകളാണ് അവിടെ ഉപയോഗിക്കുക. അത് തന്നെ മുസ്ലിങ്ങൾ സലാം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ചൊല്ലുന്നത് തന്നെ സലാമു ചൊല്ലാൻ പാടില്ലാത്ത സമയങ്ങളുണ്ട്, ചൊല്ലിയാൽ തന്നെ മറക്കേണ്ടതില്ലാത്ത സന്ദർഭങ്ങളുണ്ട്. അതൊക്കെ ഉണ്ട്. ആ നിയമങ്ങൾ സലാം ചൊല്ലേണ്ടതാണ്, ആരോട് ചൊല്ലണം, എപ്പോൾ ചൊല്ലണം, എവിടെയൊക്കെ ചെല്ലണം എന്നതൊക്കെ വ്യവസ്ഥ ഉണ്ട്. അതിപ്പോ വിശദീകരിക്കേണ്ട സമയമല്ല, നമ്മുടെ ആ സമയം അതിന് അനുവദിക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഒരാളെ അഭിമുഖീകരിക്കുമ്പോഴാണ് സലാം പറയാൻ. ചില ആളുകൾ അഭിമുഖീകരണമൊന്നും ഇല്ലാതെ തന്നെ സലാമു വെറുതെട്ടിട്ട് പറയുകയാണ്. അഭിമുഖീകരണം വരുമ്പോഴാണ് സലാം പറയേണ്ടത്. അവിടെ രണ്ടാൾ കാര്യമായിട്ട് മാറി ഇന്ന് എന്തോ ഗൗരവമായ കാര്യം ചർച്ച ചെയ്തുകൊണ്ട് അവര് ആ സംസാരത്തിന്റെ വിഷയത്തിലാണ് ലയിച്ചിരിക്കുകയാണ്. അപ്പൊ ഒരാൾ ഇതിലേക്ക് പോവാണ്, ഉറക്കനെ വിളിച്ചിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം പറഞ്ഞു. ഓലെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിച്ചു. അങ്ങനെയല്ല സലാം പറയേണ്ടത്, അതിന്റെ ഒരു ആവശ്യം അവിടെ ഇല്ല. ഇവൻ പോണതന്നെ പോലും ശ്രദ്ധിച്ചിട്ടില്ല, അറിയൂല. അതുപോലെ തന്നെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലുള്ള ഇബാദത്തുകളിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കയറിയിട്ട് സലാം പറഞ്ഞിട്ട് അതിന്റെ ശ്രദ്ധ തിരിക്കുന്ന രീതി അതൊന്നും നല്ലതല്ല. എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു സമയവും സന്ദർഭവും അതിനൊരു രൂപവും ഭാവവും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഏതായിരുന്നാലും സലാമു വല്ലാത്തൊരു മന്ത്രമാണ്, സ്നേഹം വർദ്ധിക്കാനും സ്വർഗം കിട്ടാനുള്ള മന്ത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്വഴിമുത്താം, രണ്ടാമത് അല്ലാഹുവിന്റെ ദൂതർ പറഞ്ഞു, നിങ്ങൾ ഭക്ഷിപ്പിക്കുക, ഭക്ഷണം കൊടുക്കുക. ഇന്നലെ നമുക്കിവിടെ വലിയൊരു മജ്‌ലിസ് നടന്നു, അൽഹംദുലില്ലാഹ്. നൂറുകണക്കിന് ആളുകൾ സംഗമിച്ചു, എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. ഇങ്ങനെ പലതായി പല പരിപാടികൾ നടക്കുകയാണ്. നമ്മുടെ ഇസ്ലാമിന്റെ ആചാര പരിപാടികൾ പലതും വരുമ്പോൾ എല്ലാത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഘടകം അന്നദാനമാണ്. ഈ അന്നദാനം ചെറിയൊരു വിഷയമല്ല, അത് ഓരോ മുസ്ലിമിനും അത് സ്വർഗം കിട്ടാൻ കാരണമാണ്. അത് ചിലപ്പോൾ ഒറ്റക്കൊറവൊക്കെ ചെയ്യാൻ കഴിയാതിരിക്കുമ്പോഴാണ് അതിനൊരു കൂട്ടായ രൂപപ്പെട്ടു വരുന്നത്. മഹല്ല് ജമാഅത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ വരുന്നത് അങ്ങനെ. ഇന്നലെ അൽഹംദുലില്ലാഹ് ഒരു വ്യക്തിയുടെ വകയായിട്ടാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക. അത് സ്വർഗത്തിലേക്കുള്ള വാതിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ഭക്ഷണം കൊടുക്കണമെന്ന് അരി കൊണ്ടൊന്ന് പാചകം ചെയ്ത് കഴിക്കാനുള്ള ആഹാരമാക്കിയിട്ട് കൊടുക്കണമെന്നുണ്ടോ അതിന് മാത്രമേ ഭക്ഷിപ്പിക്കുക എന്ന് പറയുള്ളൂ, അല്ലാന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാളുടെ ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുക, അത് ഏതും ഇത്താമിൽ പെടും. നമ്മൾ ഒരാൾക്ക് സ്വതക്ക ചെയ്തു, നമ്മൾ ഒരാൾക്ക് ഹദിയ കൊടുത്തു, നമ്മള് പിന്നെ ഭക്ഷണം തന്നെ പാചകം ചെയ്ത് കൊടുത്തു. നിങ്ങൾ ഓർമ്മയുണ്ടോ, പണ്ട് നമ്മുടെയൊക്കെ പ്രായമുള്ള ഉമ്മാമ്മമാരൊക്കെ പറയുന്ന ഒരു കാലമുണ്ട്, പണ്ട് ബർദിയുടെ കാലം. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത കാലത്തൊക്കെ അള്ളാഹു നിഅമത്ത് കൊടുത്ത ചില ആളുകൾ അവർ ചില നേരത്തൊക്കെ ഭക്ഷണം വെച്ച് വിളമ്പുകയാണ്. ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കും വീട്ടിൽ, എന്നിട്ട് അയൽവക്കത്തുള്ളവരെയും പോലെയൊക്കെ വിളിച്ചിട്ട് കൊടുക്കും. കഞ്ഞി വെച്ച് പാരുന്നവരുണ്ടായിരുന്നു പണ്ട്. ഇതൊക്കെ നമ്മളുടെ ഈ വല്യന്മാരുടെ കഥയിൽ കാണാം. എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് പലർക്കും ഭക്ഷണം കൊടുക്കാനുള്ള രീതി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അടുത്ത് കഴിഞ്ഞു പോയിട്ടുള്ള കൊറോണ കാലത്തും ഇതേപോലെ തന്നെ ചില മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളും നല്ല അഭ്യുതകാംക്ഷികളും നല്ല മനസ്സിന്റെ ഉടമകളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഒറ്റക്കും കൂട്ടായിട്ടും ഒക്കെ ഭക്ഷണം കൊടുക്കുക. വേറെ ചില ആളുകൾ അരി ഹിറ്റാക്കി കൊണ്ടുപോയി കൊടുക്കുക. അതൊക്കെ ഇത്താമിൽപ്പെട്ട, ഇതെല്ലാം ഭക്ഷിപ്പിക്കുക എന്നുള്ളതിൽ പെട്ടതാണ്.
അപ്പോ ദാനധർമ്മങ്ങളും ഇതെല്ലാം ഇത്താമിൽപ്പെടും. അതെല്ലാം സ്വർഗത്തിന്റെ വാതിലാണ്. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസുണ്ട്. നമ്മുടെ ഇടയിൽ, നമ്മുടെ അയൽപക്കത്ത് ഒക്കെ താമസിക്കുന്ന ആളുകൾ, ചില ആളുകൾ ഉണ്ടാവും വേണ്ടതുപോലെ ആഹാരത്തിന് വകയില്ലാത്ത ആളുകൾ. നോമ്പായി, അയാൾക്ക് നോമ്പിന് പണിക്ക് പോകാൻ കഴിയില്ല, വീട്ടിലാണെങ്കിൽ ചെലവ് കഴിയാൻ മാർഗമില്ല. ആ ഒരു മാസം അല്ലെങ്കിൽ ഒന്ന് ചില്ലറ മാസം അവരുടെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ വരുമാനം ഏതുമില്ല, ആഹരിക്കാനുള്ള വകയില്ല. എന്നാൽ അങ്ങനത്തെ ആളുകൾക്കാണ് നമ്മുടെ ഒരു റമദാൻ കിറ്റ് എന്നുള്ളത്. ഒരു മാസം അവരുടെ ജീവിതം കഴിയാൻ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പാക്ക് അവർക്ക് കൊണ്ടേ കൊടുക്കുക. ഇത്താമിന്റെ വലിയൊരു മാർഗമാണ്. വേറെ ചില കുടുംബങ്ങളുണ്ടാവും, അവർക്ക് നോക്കാൻ ആരുമില്ല, വിധവകളുടെ കുടുംബമായിരിക്കും, യത്തീമുകളായിരിക്കും. അവരെ നോക്കാൻ ആരുണ്ടല്ലോ. ഒരുപക്ഷെ മരണം സംഭവിക്കുമ്പോൾ ഉടനെ കുടുംബക്കാരൊക്കെ കുറച്ച് ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ വിധവയും ഈ യത്തീമുകളും ഒറ്റപ്പെട്ടാണ് കഴിയുക. പലരും അത് ശ്രദ്ധിക്കാതെ പോവാൻ. അങ്ങനത്തെ ഇടങ്ങളിൽ ഒരു റേഷൻ സംവിധാനം, എൻ്റെ വക എല്ലാ മാസവും അവർക്ക് ഇന്ന സാധനം ഒരു കടയിൽ ഏൽപ്പിച്ചു കൊടുക്കും. നിങ്ങൾക്ക് വേണ്ട സാധനം ഇവിടുന്ന് വാങ്ങിക്കോളൂ. ഒരു മാസത്തിലെ 2500 3000 4000 രൂപ വരും നോക്കുക ഒരു ഫാമിലിക്ക് കഴിയാം. മാസം കൊടുക്കാൻ കഴിവുള്ള ആളുകൾ അങ്ങനെ ചെയ്താൽ അത് വലിയ ഒരു ഇത്താമിൽപ്പെടും. ആരും അറിയാതെ ഇവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. അങ്ങനത്തെ ഒരു കർമ്മമാണ്. ഈ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ സലാമോടുകൂടി കിടക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, പാട്ടും പാടി പോകും അല്ലേ. ഒരു ഒരു ടേണിങ്ങിൽ വണ്ടി തിരിക്കുകയാണ്. അപ്പൊ അയാൾക്ക് ധൈര്യമില്ല, ഈ വണ്ടി ഒടിഞ്ഞിട്ട് കുത്തുമോ എവിടെയെങ്കിലും വരച്ചോ. അപ്പൊ അപ്പുറത്തൊരാളുണ്ട്, അയാളോട് ചില്ല് താത്തിയിട്ട് ചോദിച്ചു, ഇതിൽ വണ്ടി പാസ്സാകുമോ? പക്ഷേ പാട്ടും പാടി പോകുമെന്ന് പറഞ്ഞു. ഇതാണ് ഈ സുഖം എന്ന് പറഞ്ഞാൽ, യാതൊരു ബുദ്ധിമുട്ടില്ലാതെ പോകുക. നേർച്ചയോ പിന്നെ ഉത്സവമോ നടക്കുന്നുണ്ട് റോട്ടിൽ, ആളുകൾ വലിയ തിക്കും തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ ഒരുത്തൻ കാറും ഇങ്ങോട്ടിങ്ങ് വന്നു. അപ്പൊ നീ എങ്ങനെ ഈ തിരക്കിന്റെ ഇടയിൽ ആ പാട്ടും പാടിയും പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസവും ഏൽക്കാതെ കിടക്കാൻ, ഒരു ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ എന്തെങ്കിലും ഒരു വിഷമങ്ങളോ അനുഭവിക്കേണ്ടതില്ലാത്ത വിധം കടന്നു ചെല്ലുന്നതിനാണ് പാട്ടുപാടി പോകുന്നത്. അതേപോലെയാണ് നിങ്ങൾക്ക് സലാമോടുകൂടി സ്വർഗത്തിൽ പോകാം, ആനന്ദത്തോടുകൂടി സ്വർഗത്തിലേക്ക് പോകാം, പ്രയാസം ഏതുമില്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം. പക്ഷെ സലാമ് വ്യാപിപ്പിക്കണം, ഭക്ഷിപ്പിക്കണം. നിങ്ങൾ നിസ്കരിക്കണം എപ്പോ? ജനങ്ങൾ ഉറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ്. അള്ളാന്റെ ദൂതർ പറഞ്ഞു, അഫ്ദലു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ. ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അർദ്ധരാത്രിക്കുള്ള നിസ്കാരമാണ്. ജൗഫുൽ ലൈൽ, അർദ്ധരാത്രിയിലുള്ള നിസ്കാരം. വഅഫ്ദലു സിയാമു ബഅദ ശഹരി റമളാന സിയാമു ശഹരില്ലാഹിൽ മുഹറം. റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറത്തിലെ നോമ്പാണ്. നബിയുടെ വാക്യങ്ങളാണ്. അപ്പോ സുന്നത്ത് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അത് പാട്ടും പാടി സ്വർഗത്തിലേക്ക് കടക്കാനുള്ള മാർഗങ്ങളാണ്. എന്താ തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രത്യേകത? പാവങ്ങളൊക്കെ അതിൽ പുറക്കപ്പെടുന്നു. തെറ്റുകുറ്റൊക്കെ വന്നത് എല്ലാം അതിൽ പോകും. അത്യുന്നതമായ പദവി കിട്ടാനത് കാരണമാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് നാളെ സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടും. ആ സമയത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുകയാണെങ്കിൽ ആ ദുആക്ക് ഉത്തരം കിട്ടും. നമ്മൾ ആ നിസ്കരിച്ചതിന് ശേഷം പടച്ചവനോട് നമ്മളെ സങ്കടം പറഞ്ഞിട്ട് ദുആക്ക് ആരും കാണൂല, ലോകമാന്യല്ല, ഞാനും പടച്ചവനും മാത്രമേ ഉള്ളൂ. ഇത്ര സ്വകാര്യമായിട്ട്, ഇത്ര പ്രൈവറ്റ് ആയിട്ട് അള്ളാഹുവുമായിട്ട് ഇടപഴകുന്ന ഒരു സമയം വേറെ ഉണ്ടാവില്ല. ആരും വരുന്നുള്ള പ്രതീക്ഷ ഇല്ലല്ലോ, നമ്മളും ആ പഠിച്ചവൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് വല്ലാത്ത ബഹുമാനമുണ്ട്, സ്വീകാര്യതയുണ്ട്. പരിശുദ്ധ ഖുർആൻ തഹജ്ജുദ് നിസ്കാരത്തിന്റെ ബഹുമതികൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഓർമ്മിക്കണം. അപ്പൊ 3 പുണ്യകർമ്മങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ പാട്ടും പാടി സ്വർഗത്തിലേക്ക് പോകാം. അല്ലാഹു തൗഫീഖ്. നെ ഞങ്ങൾക്ക് നീ തന്നിട്ടുള്ള ആയുസ് നിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കുന്നവരാക്കണേ അല്ലാഹ്. നിനക്ക് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ കൂടുതലായി ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖും മനസ്സിന് ഉത്സാഹവും ഏറ്റി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കുകയും ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വേണ്ടതെല്ലാം നൽകുകയും ഇരുലോകത്തേക്കും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള എല്ലാം തട്ടിമാറ്റി തരികയും ചെയ്യണം.
ربنا عليك توكلنا وإليك أنبنا وإليك المصير ولا حول ولا قوة إلا بالله العلي العظيم وآخر دعوانا أن الحمد لله رب العالمين.